നമുക്കിന്നൊരു സാധനം കുഴിച്ചെടുത്താലോ? വേറൊന്നല്ല, നമ്മുടെ മധുരക്കിഴങ്ങ്. ഇത് നല്ല ഓറഞ്ച് കളറിലുള്ള മധുരക്കിഴങ്ങാണ് കേട്ടോ. ഇത് കഴിഞ്ഞ തവണ വന്നപ്പോൾ കുറച്ച് പറിച്ചായിരുന്നു. അതിൻ്റെ ബാക്കി നിൽക്കുന്നത് എനിക്കൊന്നും കൊടുക്കാതെ നമ്മളങ്ങ് പറിച്ചിങ്ങെടുക്കുകയാണ്. ആമിക്കുട്ടനും ഉമ്മച്ചിയും കൂടെ ചേർന്നാണ് പറിച്ചെടുത്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. മഴ പെയ്തുകൊണ്ട് ഒരുവിധം എല്ലാം മണ്ണിൻ്റെ മുകളിൽ തന്നെ പറിക്കാൻ പാകത്തിനാണ് നിൽക്കുന്നത്. അതുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് മാന്തി എടുക്കാം കേട്ടോ. ഞാനിങ്ങനെ പറമ്പിക്കിടാൻ നോക്കിയപ്പോൾ അവിടെ ഇവിടെയൊക്കെ കുറേ കൂണുകൾ. ഒന്നും എഡിബിൾ അല്ല കേട്ടോ. എൻ്റെ ചാനലിനും കൂണുകൾക്കും തമ്മിൽ വളരെ അഭേദ്യമായ ബന്ധമാണുള്ളത്. ഒരുപാട് വൈറൽ വീഡിയോ എനിക്ക് തന്നിട്ടുള്ളത് ഈ കൂണുകളാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് കുറച്ച് കൂണുകൾ കൂടി പരിചയപ്പെടുത്താമെന്ന് കരുതി. ഈ തൊട്ടാ പൊടിഞ്ഞു പോകുന്ന കൂണൊക്കെ വിഷക്കൂണാണ് കേട്ടോ. ആരും നല്ല കൂണാന്ന് കരുതി കഴിക്കാൻ പാടില്ല, മരിച്ചു പോകൂടോ. സാധാരണ നല്ല ഇടിവെട്ടി മഴയുള്ള സമയത്ത് നമുക്ക് ഉറപ്പായും പറമ്പിൽ നിന്ന് കൂണുകൾ കിട്ടും. അതേപോലെ തന്നെ ഇങ്ങനത്തെ വിഷക്കൂണുകളും ധാരാളം ഉണ്ടാകും. ഈ നിൽക്കുന്ന കണ്ടോ, നല്ല കാണാൻ ഭംഗിയൊക്കെ ഉണ്ട്, കുട പോലെയൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ ഇതൊന്നും കഴിക്കാൻ പറ്റത്തില്ല കേട്ടോ. വേണമെങ്കിൽ ചുമ്മാ ഫോട്ടോ എടുത്ത് വെക്കാനൊക്കെ ഉപയോഗിക്കും. പിന്നെ ഇതാ കാണുന്ന കൂണ് കണ്ടോ, നമ്മൾ കഴിക്കാൻ പറ്റുന്ന കൂണിനോട് വളരെ സാമ്യമുണ്ട് കേട്ടോ ഇത് കാണാനായിട്ട്. പക്ഷേ ഈ വിഷക്കൂണിനുണ്ടല്ലോ, തൊട്ടാൽ തന്നെ പൊടിഞ്ഞു പോകും. പിന്നെ അതിൻ്റെ ഉൾഭാഗം ഭയങ്കര ഡാർക്കായിരിക്കും. ഈ കൂണുകളെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ കുറേ തവണ ഇട്ടിട്ടുണ്ട് കേട്ടോ നമ്മുടെ ചാനലിൽ. വേണ്ടവരൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതിയേ. പിന്നെ അതാ ഈ കൂണ് കണ്ടോ, ഇത് തടിയിൽ മാത്രം ഉണ്ടാവുന്ന തടിക്കൂണാണ്. ഇതും കഴിക്കാനൊന്നും പറ്റത്തില്ല കേട്ടോ. ഇത് ഞാൻ ചുമ്മാ പറിച്ചു നോക്കി, പ്ലാസ്റ്റിക്കിൻ്റെ ഫ്ലവർ പോലെയൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ കൂണിൻ്റെ വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്തിനുള്ളിൽ അവിടെ ആമയും ഉമ്മച്ചിയും തകൃതിയായിട്ട് മധുരക്കിഴങ്ങ് പറിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ മധുരക്കിഴങ്ങ് പറിച്ചുകൊണ്ട് വീട്ടിലെത്തി. നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തു കേട്ടോ. നല്ല ക്യാരറ്റിൻ്റെ കളറാണ് കേട്ടോ ഇതിന്. ഒരുപാടൊന്നുമില്ലെങ്കിലും ഒന്ന് പുഴുങ്ങാനുള്ള മധുരക്കിഴങ്ങ് ഞങ്ങൾക്ക് കിട്ടിയിട്ടോ. വലിയ മധുരമൊന്നുമില്ലാത്ത എന്നാൽ ഒരുപാട് ഗുണങ്ങളുള്ള മധുരക്കിഴങ്ങ് അങ്ങനെ പറിച്ചെടുത്തു.